മഹാരാഷ്ട്രയിലെ റിസോർട്ട് നാടകത്തിന് താൽക്കാലിക വിരാമം. ദിവസങ്ങൾക്ക് ശേഷം ശിവസേന കോർപ്പറേറ്റർമാർ ഹോട്ടൽ വിട്ടു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്തെ തുടർന്ന് 4 ദിവസത്തിന് ശേഷമാണ് ഇവർ വീടുകളിലേക്ക് മടങ്ങിയത്. ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, റിസോർട്ടൊക്കെ ആണെങ്കിലും ഒരു കൈൻഡ് ഓഫ് ആർഭാട തടവാണല്ലോ, അതിൽ നിന്ന് അവർക്ക് മോചനം. ശ്രീനാഥ്, തീർച്ചയായും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരിക്കൽ കൂടി മുംബൈയിൽ ഒരു റിസോർട്ട് നാടകത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. 4 ദിവസത്തോളമായി ശിവസേന കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ബാന്ദ്രയിലുള്ള താജ് ലാൻഡ്സ് ആൻഡ് ഹോട്ടലിനകത്തായിരുന്നു. 5 നക്ഷത്ര ഹോട്ടലിലാണ്. 29 പേരാണ് അവരുള്ളത്. ഈ 29 പേർ ഒപ്പം ഇല്ലാതെ BJPക്ക് ഏതായാലും മേയർ സ്ഥാനത്തേക്ക് ഒരാളെ വിജയിപ്പിക്കാൻ സാധ്യമല്ല. BJPക്ക് 89 പേരേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ 114 എന്ന സംഖ്യയിലേക്ക് എത്താൻ വേണ്ടി ഷിൻഡെ വിഭാഗത്തിന്റെ പിന്തുണ വേണം. ഇരുവരും ചേർന്ന് നിൽക്കുമ്പോൾ 118 എന്ന സംഖ്യയിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം മറുവശത്ത് എല്ലാ പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ഉദ്ധവ് വിഭാഗം, കോൺഗ്രസ്, അജിത് പവാർ വിഭാഗം പോലും ഒരുപക്ഷെ ഒരുമിച്ച് വന്നാൽ ഒരു 108 എന്ന സംഖ്യയിലേക്ക് പ്രതിപക്ഷത്തിന് എത്താൻ കഴിയും. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ ഇരുവശത്തും നടക്കുന്നത്. ഒരു 6 പേരെ കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് അധികാരം പിടിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ആത്മവിശ്വാസം ഉദ്ധവ് ക്യാമ്പിൽ നിന്ന് സഞ്ജയ് റാവത്ത് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഷിൻഡെ തന്റെ കോർപ്പറേറ്റർമാരെ മാറ്റിയത് എന്നതാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. ആരെങ്കിലും കൂറുമാറി പോയാൽ ഷിൻഡെ ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് ശിവസേനയെ പിളർത്തി ശിവസേനയുടെ ഔദ്യോഗിക പാർട്ടി ചിഹ്നവും കൊടിയുമായി പോയ ആളാണ്. ആ ഒരു അനുഭവം തനിക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഭയം ഏതായാലും ഷിൻഡേക്കും ഉണ്ടാവാം. അതുകൊണ്ടാവാം അദ്ദേഹം ആ തരത്തിൽ മാറ്റി നിർത്തി. പക്ഷേ ഇപ്പോഴേതായാലും എല്ലാ കോർപ്പറേറ്റർമാരെയും അവരവരുടെ വീടുകളിലേക്ക്, അവരവരുടെ മണ്ഡലങ്ങളിലേക്ക്, വാർഡുകളിലേക്ക് മടങ്ങി പോകാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ 10:30യോടെയാണ് താജ് ലാൻഡ് സെന്ററിൽ നിന്ന് മാറിയത്. ഇനിയും അറിയേണ്ടത് എന്താണ് അടുത്ത നീക്കം എന്നതാണ്. ഇതുവരെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നീക്കം നടന്നതായി അറിവില്ല. അതേസമയം ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെ ഫോണിൽ വിളിച്ചു എന്ന തരത്തിലൊരു അഭ്യൂഹം മുംബൈയിൽ വലിയ തോതിൽ കേൾക്കുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊന്നും എവിടെ നിന്നുമില്ല. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.